ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ റൂമൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ബാക്ക്ഗ്രൗണ്ടിലല്ല വീഡിയോ എടുക്കാറ്. അപ്പോ വിശദമായിട്ട് നമുക്ക് കാണാം അല്ലേ? റൂമൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കയറി വരുന്ന എൻട്രൻസ് ഏരിയ. ഇതാട്ടെ നമ്മുടെ എൻട്രൻസ്, കയറി വരുന്ന എൻട്രൻസ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും നമ്മുടെ ഫ്ലാറ്റിന്റെ ഇതൊന്നും, ഫ്ലാറ്റിന്റെ അല്ല ലിഫ്റ്റിന്റെ ഈ പേപ്പറുകളൊന്നും ഉരിഞ്ഞ് കളഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് പേരും കൂടിയൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ രേവ? സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. അതെ, പിന്നെ നമ്മുടെ ബിൽഡിങ്ങിന് പേരിട്ടുണ്ട്, മിഷാൽ 2. ഒന്ന് കാണിച്ചു തരാം. മിഷാൽ പറയാ, മാർഷൽ, സോറി മാർഷൽ 2 അല്ലേ അമ്മിക്കുട്ടിയെ? അങ്ങനെ രേവ എന്താ പറയാ വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടതാട്ടാ. അല്ല, ലൈറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ലൈറ്റും നമ്മൾ ഇട്ടതാണ്. ഇപ്പൊ ഓഫ് ചെയ്തു. ആരോ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. അതെ, അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് കേട്ടാ. അമ്മിക്കുട്ടി ഏതാ നമ്പർ നമ്മുടെ? അതെ, തുറക്കട്ടെ. ഇതാണ് നമ്മുടെ ഫർണിഷ് ചെയ്ത റൂം. അതെ, ആമിക്കുട്ടിയുടെ ഞാൻ ഷൂ റാക്കില്ല സാധനം, ഷൂ കയറി വരുമ്പോൾ ഷൂ ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ കറക്റ്റ് എടുത്ത് വയ്ക്കണ്ടേ? എടുത്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഷൂ റാക്ക്. ആ ഷൂ എന്തായാലും കാണിച്ചല്ലേ? അതെ, അതെവിടെയായിരുന്നു ആദ്യം? ബെഡിന്റെ തൊട്ട് സൈഡിലായിരുന്നു. ഇപ്പൊ കയറി വരുന്നിടത്തേ എല്ലാരും കമന്റ് ചെയ്യാറുണ്ട്, കിടന്നോട് തന്നെ വെക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മള് സൗകര്യം ഇല്ലാത്തോണ്ട് നമ്മൾ വെച്ചിരുന്നേ. ഇപ്പൊ ഈ സൗകര്യം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് എന്റെ സ്വന്തം മണി പ്ലാന്റ്. അപ്പൊ ഒരു കോള് വന്ന കാരണം യാദൃശ്ചികമായിട്ട് കട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഇനി നമ്മുടെ സ്വന്തം ക്ലോക്ക് ഒരു പൗരാണികമായ ക്ലോക്ക് പോലെ തോന്നുന്നു. അതെ, ഉൾഭാഗമൊക്കെ നോക്കി നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് രേവയ്ക്ക്. പുതിയതാണ്, പക്ഷെ പറഞ്ഞു മേടിച്ചത്. അതെ, ആന്റിയുടെ കളക്ഷൻ. ഡൈനിങ് ടേബിള് 4 ചെയർ ഡൈനിങ് ടേബിൾ ആണ്. ഇത് നമ്മുടെ ആമിക്കുട്ടിയുടെ പിയാനോ. അതെ, നമ്മുടെ ആമിക്കുട്ടി ഇപ്പൊ പിയാനോ ക്ലാസ്സിന്റെ കൂടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാണാത്തവര് ജസ്റ്റ് കണ്ടോളോ. നമ്മുടെ കരാമേല സദ്ഗമയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോണത്. ഇപ്പൊ എല്ലാ സാറ്റർഡേ ആണ് ആമിക്കുട്ടി പോണത്. ആമിക്കുട്ടി പിയാനോ ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടില്ലേ? വരുന്നുണ്ട്. അതെ, അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ വൈഫൈയുടെ മോഡൊക്കെ ഇരിക്കണേ. അത് കാണുന്നില്ല. അതെ, അതിന്റെ ഉള്ളിലുണ്ട്. ഷൂറൊക്കെ കണ്ടു, ഡൈനിങ് ടേബിൾ കണ്ടു. ഇനി ഈ ഒരു ഭാഗം അതെ, ടോയ് കാർ, നമ്മുടെ ബർത്ത്ഡേക്ക് കിട്ടിയ കാറ് തന്നെ. ഓടിക്കണ്ട, ഓടിച്ച് നമുക്ക് ശബ്ദം വരും. ഇത് നമ്മുടെ ക്ലോക്ക് പോലെ തന്നെ പൗരാണികരമായ ചീനച്ചട്ടിയാ, ആന്റി കളക്ഷൻ. അതെ, ഇത് നമ്മുടെ എൽ ഷേപ്പ് സോഫ കേട്ടോ. അതെ, നമ്മുടെ ഒരു ടീപ്പോയി, കോഫി ടേബിള്. നല്ല വെയിറ്റ് ഉണ്ട്. നീങ്ങില്ല രേമ? ഇവിടെ നമ്മുടെ കർട്ടൻ ഇട്ടുണ്ട്. അന്ന് പ്ലെയിൻ ആയിട്ട് കണ്ടേട്ടാ. നമ്മുടെ കർട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ തൊട്ട് നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇവിടുന്ന് റോഡ് കാണാൻ പറ്റും അല്ലെ? അതെ, ബാൽക്കണി തുറന്ന് കാണിച്ചാ. അമ്മിക്കുട്ടിക്ക് ബാൽക്കണി തുറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അവിടെ ബാൽക്കണി ഉണ്ടായിരുന്നില്ല. തുറക്കട്ടെ, അമ്മ തുറക്കും. ഇതിങ്ങനെ അതെ, ആമിക്കുട്ടിയുടെ 2 സൈക്കിൾ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇത് അവിടെ ഉണ്ടായിരുന്നതും 2 അവിടെ ഉണ്ടായിരുന്ന സൈക്കിളാണ് അല്ലെ? ഫ്ലവർ ആമിക്കുട്ടി ഇന്നലെ പോയി വാങ്ങിച്ച ഫ്ലവർ ആണ്. അവിടെ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് അമ്മയുടെ. ഇത് എന്താണ്? വേപ്പില. എന്താണ് മണി പ്ലാന്റ്? അത് അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കുഴപ്പമില്ല, ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ.
സാധാരണ ചെറുതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റിയുടെ പ്രശ്നമില്ല, ഇപ്പൊ അതൊന്നും ഇല്ല. പിന്നെ ഇതേ നമ്മുടെ ആമിക്കുട്ടിയുടെ ടോയ് ഇട്ടേക്കുന്ന ബോക്സ് കൂടെ ഉണ്ട്. അതെ ആമി ഇത് ആരാണത്? അയ്യോ അത് കാർബോർഡാണല്ലോ, ടോയ് അല്ലല്ലോ. അതിന്റെ ഉള്ളിലൊക്കെ ഇല്ല. കുഴപ്പമില്ല. കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ശബ്ദം വരുമ്പോ ക്ലിയർ ആവില്ല. ആമി ഒരു മിനിറ്റ്. ഇനി നമ്മുടെ ടി വി സ്റ്റാൻഡ് നമ്മള് ഓപ്പൺ ചെയ്ത് കാണിക്കണം. ജസ്റ്റ് മണി കിളിക്കം മണി രേവ എക്സ്ട്രാ പിടിപ്പിച്ചതായിരുന്നു, ഉണ്ടായിരുന്നില്ല. ടൈറ്റ് ഉണ്ട്, പുതിയതായ കാരണം കുറച്ച് ടൈറ്റ് ഉണ്ട്. ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നാണ്. അതെ നമ്മുടെ സ്വന്തം നമ്മള് കൊറേ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസുകൾ ഉണ്ട്. അത് നമ്മുടെ ഇവിടെ നമ്മുടെ സിജു രേവയുടെ 100K സിൽവർ പ്ലേ ബട്ടൺ. നമ്മുടെ ബാക്കിയെല്ലാം ഒരു എൽമെല്ലു ഫാമിലിയുടെ എല്ലാതും നാട്ടിലാണ്, ഒരെണ്ണം മാത്രം നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ ട്രോഫികൾ നമ്മുടെ ആമിക്കുട്ടിക്ക് ഓടിയിട്ട് കിട്ടിയ മെഡല്. അതെ, ഓടിയിട്ട് കിട്ടിയ മെഡൽ അത് പറഞ്ഞു കൊടുത്തിണ്ടാ? ഇല്ല, അത് നമുക്ക് വീഡിയോ ആയിട്ട് വരാം. ആമിക്കുട്ടിയുടെ കുറച്ച് കുഞ്ഞി കുഞ്ഞി ടോയ്കള്. വീണ്ടും നമ്മുടെ ഫോട്ടോസ്. ഇത് മാത്രം ഓപ്പൺ ചെയ്യാണ്ട. അതെ, ഇത് അങ്ങനെ ഓപ്പൺ ആയി എടുക്കണ്ട, ഇത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫുൾ നമ്മുടെ ഫോട്ടോസ് ഞാനും മാത്രം. ഇത് ആമിക്കുട്ടിയുടെ എന്താണ് ഡൈനോസർ. ഇപ്പൊ നമ്മുടെ സ്പീക്കേഴ്സ് അവിടെ ആമിക്കുട്ടിയുടെ ഫുള്ള് കാണിക്കാൻ പറ്റില്ല, ഫുൾ ഡ്രസ് ഇട്ടിട്ടില്ല. ഇവിടെ വേറെ ഒരു ലൈറ്റും എന്നിട്ട് AC അവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് AC ആയിരുന്നു. ഇവിടെ ഇങ്ങനത്തെ AC ആണ്. അതിന്റെ തെർമോസ്റ്റാറ്റ് ഈ അക്വേറിയത്തിന്റെ തൊട്ട് പുറകിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അക്വേറിയം വെച്ചപ്പോ മറിഞ്ഞു പോയി അല്ലേ? ഇത് മണി പ്ലാന്റ് കാണിച്ചു കൊടുത്തൂല്ലേ നമ്മള്? ഇനി എവിടേക്കാ? കിച്ചണിലേക്ക് മുള്ളിയ? കിച്ചണിലേക്ക് ലാസ്റ്റ് ആണ് രേവ പറയുന്നത്. ഇതാണ് നമ്മുടെ റൂം, ബെഡ്റൂം. അതെ, നമ്മുടെ ബെഡ് ഇട്ടാ കിങ് സൈസ് ബെഡാണ്. അതെ, ഞങ്ങള് ഈ ഇതിന്റെ കൂടെ വന്നിരുന്ന ടേബിൾ ഇത് രണ്ടുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇടുമ്പോ ഈ അലമാരി വാങ്ങിച്ചതിന് ശേഷം, ഈ അലമാരി 4 ഡോർ ആണ്. ഇത് വാങ്ങിച്ച ശേഷം തുറക്കാൻ പറ്റില്ല. ഇതിന്റെ തുറക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാ, ഇങ്ങനെ തുറക്കുമ്പോ ഉണ്ടല്ലോ ആ ടേബിളിന്റെ കോർണർ കൂടെ ഒന്ന് തട്ടുക, മാറ്റി. അതെ, ഇതും അതുപോലെ തന്നെ തുറക്കട്ടെ. പണ്ടത്തെ പോലെ നമ്മുടെ പെട്ടി ഇതൊക്കെ മുകളിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവിടെ. അതെ, ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ ആമിക്കുട്ടിയുടെ കിച്ചൺ സെറ്റ് ആദ്യം ഫ്രിഡ്ജിന്റെ സൈഡിലായിരുന്നു പഴയ വീട്ടിൽ. ഇത് ഇവിടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ആമിക്കുട്ടിയുടെ ചെയർ, പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ നമ്മുടെ ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് സുന്ദരിയാവാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ സുന്ദരിയാണ്, പിന്നെ ചെറുതായിട്ട് ടച്ചിങ്സ്. ഇതിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് കേട്ടോ, കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ പഴയതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, പഴയത് ഇതുപോലത്തെ ഏകദേശം ആയിരുന്നു. പക്ഷെ അതിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല, വീണു തുടങ്ങിയ പോലെ. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയാ ചെറിയ ചെറിയ ഡ്രോകളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭാഗത്താണ് നമ്മുടെ ഇത് വരുന്നത്. ആമി ലൈറ്റ് ഓഫ് ചെയ്തു ഫസ്റ്റ് തന്നെ. ബാത്റൂം നേരത്തെ കാണിച്ചു തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ബാത്റൂം അമ്മി ക്ലോസ് ചെയ്തോ. ഇനി ഇങ്ങോട്ടെ വരല്ലേ? ആമിക്കുട്ടിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വായോ വായോ വായോ. ഈ ഒരു ഭാഗം കഴിഞ്ഞു. അതെ, ഇതൊക്കെ നമ്മുടെ കാണിച്ചു തന്നെയാണ്. സാധനങ്ങളൊക്കെ കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മിഷ്യന്റെ അകത്ത് കയറിയില്ലേ, ഒന്നും ചെയ്തിട്ടില്ലേ? ഈശ്വര, ഭയങ്കര ആഗ്രഹമൊക്കെ പറഞ്ഞ് വാങ്ങിച്ച മിഷ്യനാട്ടാ. അതെ, ഇത് നമ്മുടെ ഒരു ഗസ്റ്റ് ബാത്റൂം എന്ന് പറഞ്ഞ ചെറിയൊരു ബാത്റൂമാണ് നമ്മുടെ. ഇതൊക്കെ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും കൂടെ കാണിക്കുന്നു മാത്രം. അതെ, ഇതൊക്കെ വന്ന കാരണമാണ് ഈ ഹാളും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതായത് നമ്മള് വീഡിയോ മുമ്പത്തെ വീഡിയോ കണ്ടോന്ന് അറിയില്ല, ഫുള്ള് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു റൂം എടുത്തത് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് വീഡിയോ ചെയ്തത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ കുറെ കബോർഡുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും, ഒക്കെ പ്ലെയിൻ ആയിട്ട് എടുക്കാം. നമ്മുടെ കപ്പുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹുഡ് ഉണ്ടായിരുന്നില്ല, ഈ ഹുഡ് ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ടുള്ള ഒന്ന് ഫിക്സ് ചെയ്തിട്ട്. അതെ അതെ,
ലൈറ്റ്, പിന്നെ ഓരോ സ്വിച്ചുകളുണ്ട്. മറ്റേത് അവിടെ പഴയ വീട്ടിലെ പോലെ തന്നെ. അമരനില്ലേ? അതെ, അമരനില്ലല്ലോ. പിന്നെ നമ്മുടെ അവിടുത്തെ കുക്കിംഗ് റേഞ്ചിന് പകരം ഇവിടെ 5 ബർണർ ആയിട്ട് അവിടെ 4 ബർണർ ആയിരുന്നു. പിന്നെ നമ്മുടെ ഓവൻ ഫേവറേറ്റ് ഓവനാ. ആമിക്കുട്ടിയിൽ എന്നിട്ടുണ്ടാക്കുക പിസിയോ അച്ഛനുണ്ടാക്കുമ്പോ ഒരു കഷ്ണം തന്നോളൂ കേട്ടാ. നമ്മുടെ അവിടുത്തെ മിക്സിയുടെ സാധനം പിടിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എവിടെയുണ്ട്? ലോണ്ടറി. നിങ്ങളുടെ സ്വന്തം ഫയർ എക്സ്റ്റിംഗ്വിഷർ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലാവില്ലല്ലേ? ചെറിയൊരു വിൻഡോ ഉണ്ട് കേട്ടാ. അതെ, അത് അവിടെ നമ്മുടെ ബാൽക്കണിന്ന് കണ്ടില്ലേ ആ ഏരിയ. എനിക്കിങ്ങനെ അപ്പുറത്തേക്ക് എത്തിച്ചു നോക്കാൻ വേണ്ടിട്ടുള്ള ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ സിങ്ക് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വേസ്റ്റ് ബോക്സ് സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഈ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് മാത്രം എനിക്ക് ഇത്തിരി വലിപ്പം കൂടി എന്ന് തോന്നുള്ളൂ എപ്പോഴും. കാരണം സൗകര്യമുണ്ട്. അതെ, സൗകര്യമുണ്ട്. ഇതുപോലെ രേവ. അതെ, മീനൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് പാല് കാച്ചണം. അതെ, ഞങ്ങളെല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, പാല് കാച്ചാനുള്ള പാത്രമാണോ? പുതിയ പാത്രം വീഡിയോ എടുക്കണ്ടേ? പാല് കാച്ച അന്നേരം ഒന്നും കൂടി വെറുതെ കഴിയുമോ? അല്ല ആമിക്കുട്ടിയെ പാലെടുക്ക. ആമിക്കുട്ടി പാലെടുക്ക. ഇതെടുത്ത ഇത് തുറന്നതാ ഓൾറെഡി. പാത്രം കഴുകിയിട്ടുണ്ട്. തീരെ കണ്ടില്ല വീഡിയോയില്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വന്നിട്ടുണ്ടായിരുന്നല്ലോ. പാല് തിളച്ചു പോണ്ടേ? കുറച്ച് സമയം കൊടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം. പാല് തിളച്ചു പോണ വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ എന്നിട്ടാ നമ്മളിപ്പോ എല്ലാ ഭാഗം കവർ ചെയ്തില്ലേ? ഏകദേശം എല്ലാ ഭാഗം കവർ ചെയ്തു. ഇനിയിപ്പോ എന്നിട്ടാ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു വീഡിയോ ഇത് കാണുമ്പോൾ ആ ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റില്ല. ഫസ്റ്റത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് രണ്ടാമത് കാണുമ്പോഴാണ് ഭയങ്കര ഡിഫറൻസ് മിടുക്കി. തുറക്കാൻ പറ്റില്ല എന്റെ മോൾക്ക്. പിന്നെ കോഴിമുട്ടൊക്കെ അപ്പുറത്തെ ഫ്ലാറ്റിലെത്തിയാനായിരുന്നു. അപ്പൊ ഇനി പാല് തിളക്കുന്ന വരെ ഞാൻ കട്ട് ചെയ്യാം. അതെ, പുതിയ ഫ്ലാറ്റിലായിരിക്കും നമ്മളുണ്ടാവുക. നമ്മുടെ പഴയ ഫ്ലാറ്റ് എല്ലാവർക്കും ഒരുവിധം സുപരിചിതമായിട്ട്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാം. ആമിക്കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞെ. ആമിക്കുട്ടിയുടെ സ്കൂളിന്റെ ബസ് സ്റ്റോപ്പ് ഒന്ന് മാറ്റണം. ഇത്തിരി കുറച്ച് ഒരു 5 മിനിറ്റ് വ്യത്യാസമുണ്ട്. അതെ, ബസ്സൊക്കെ സെയിം തന്നെയാണ്. പുതിയ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ സ്റ്റോപ്പിലൊക്കെ പുതിയ ഫ്രണ്ട്സ് ആണല്ലോ. പിന്നെ ക്ലാസ്സിൽ കുറച്ചും കൂടി ഉള്ളൂ. സമയം എടുക്കും. നമുക്ക് കുറച്ച് നേരം കാണാം. അല്ലെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് മുഷിപ്പിക്കും. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ക്യാമറ ഒന്ന് ഓൺ ചെയ്യാന്ന് വെച്ചു. കാരണം പാലിങ്ങനെ ചെറുതായി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടാ. അതെ, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആമിക്കുട്ടി ഒരു ഡാൻസ് വെച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ്. എന്തിൻ്റെത്? അതെ, ഞാൻ കണ്ടിട്ട് വരാം. തിളക്കിനെ പറഞ്ഞോളൂട്ടാ. എന്താ തിളച്ച അമ്മി? അച്ഛൻ പോട്ടെട്ടാ. എന്താ പറയാ, പറ്റിച്ചതാണോ? നേരത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ട്. ശരിയാ. ഇവിടെ ഏതാ വടക്ക് കിഴക്ക് തെക്ക് അറിയാം? ഏതാന്ന് വടക്ക് കിഴക്ക് അറിയാം. വരും. പക്ഷെ പാലറിയാലോ, നമ്മള് ദിപ്പ് വരും വിചാരിക്കും. പക്ഷെ വരില്ല. സമയം എടുക്കും. നമ്മൾ നോക്കാണ്ട് അപ്പം പുറത്തേക്കുള്ളൂ. ശരിക്കും വരുന്നുണ്ട്. ഇത് തിളച്ചിട്ട് ചെയ്യാം. കുറച്ച് പായസാക്കി കുടിക്കണം, അല്ലെങ്കിൽ വെറുതെ മധുരട്ട് കുടിച്ചാൽ മതിയോ? മധുരട്ട് കുടിക്കാം. വീണ അങ്ങോട്ട് ഇങ്ങോട്ട് കിഴക്ക് കാണാലോ. കണ്ടു ഇങ്ങോട്ട് വീണ ക്യാമറയില് കറക്റ്റ് കിട്ടിയത്. അതെ,
അപ്പൊ അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു അല്ലേ? നമ്മള് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് പാലുകാച്ചലും കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഇനി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാറ് നമ്മുടെ ആമിക്കുട്ടി ഡാൻസ് എന്തായാലും ഫിനിഷ് ആയ ലാസ്റ്റത്തെ ഭാഗമാണ് ഈ ഡാൻസിന്റെ അല്ല. താങ്ക് യു പറയണം. അപ്പൊ നമ്മുടെ ഞാനും കൂടി തിരിച്ചു പിടിക്കാം. അങ്ങനെ സിജേട്ടൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ വീടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഇതായിരുന്നു നമ്മുടെ എന്താ പറയാ ആദ്യമായിട്ടാണ് ഞാൻ 1 BHK താമസിച്ചത്. 16 വർഷം കഴിഞ്ഞു ദുബായില്. ഫസ്റ്റ് ടൈമാണ്. ഷാർജയിലാണ് 1 BHK മാത്രം. ദുബായാണ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്വപ്നം കൂടി നമ്മള് ഇപ്പൊ ഞാൻ വന്നിട്ടായാലും സ്റ്റുഡിയോയിൽ തന്നെയാണ് നമ്മൾ നിന്നിരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റുഡിയോ, പിന്നത്തെ അത് മാറിയിട്ട് വീണ്ടും ഇത്തിരി സ്റ്റുഡിയോ, അതായത് കഴിഞ്ഞ സ്റ്റുഡിയോ. ഇപ്പോഴാണ് 1 BHK മാറിയത്. അപ്പൊ നമ്മൾ അധികം പറഞ്ഞ് എന്താ പറയാ മുഷിപ്പിക്കുന്നില്ല, നമ്മൾ പോവാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. Until then we are signing off. Bye.